സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം തികമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതിസാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഗുരുവായൂരപ്പ ശരണം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. നാരായണീയത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് ഭഗവാന്റെ സൃഷ്ടി വ്യാപാരം വളരെ കഷ്ടമായിട്ടുള്ളതും ക്രൂരമായിട്ടുള്ളതുമായ ഒരു കാര്യമല്ലേ എന്ന് ഞാൻ മുൻപേ ചിന്തിച്ചു. അനവധി ക്ലേശങ്ങൾ ജീവന്മാർക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല വിചാരിക്കുന്നത്. പിന്നെയോ, കണ്ണുകൊണ്ട് കണ്ടിട്ടും കൃഷ്ണവിഗ്രഹങ്ങൾ, കൃഷ്ണരൂപം, സജ്ജനങ്ങൾ ഇവരെ കണ്ടിട്ട്, ചെവി കൊണ്ട് മഹത്വം കേട്ടിട്ട്, പരമരസമാകുന്ന അമൃതത്തിൽ സുധയിൽ മുങ്ങാൻ സാധിക്കുന്നത് കൊണ്ട് ഈ സൃഷ്ടി നല്ലതാണ് എന്നെനിക്കിപ്പോൾ തോന്നുന്നു. മധുരതരമായിരിക്കുന്ന, വളരെ കേൾക്കാനും കാണാനും ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്ന അതുള്ളത് കൊണ്ട്, അത് ജീവന്മാരോ സൃഷ്ടിയോ ഇല്ലെങ്കിൽ എങ്ങനെയാണ് നടക്കുക? നോച്ചേ ജീവ കഥമ്പ, എങ്ങനെ നടക്കും? അപ്പോൾ ഭഗവത് ഭക്തന്മാർക്ക് അവരുടെ ശരീര ലാഭത്തിൽ സന്തോഷവും അല്ലാതെ അഭിമാനവും അല്ലാണ്ട് ഒരിക്കലും ദുഃഖമോ തൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ഭഗവാനെ പഴിക്കുകയോ ചെയ്യേണ്ട കാര്യം ഇല്ല. അത് നേരെ ഉപയോഗിച്ചാൽ മതി ആ ശരീരം എന്നാണ് സാരം. ഇനി അടുത്ത ശ്ലോകം നമുക്കൊന്ന് ചൊല്ലി നോക്കാം. 8ാമത്തെ ശ്ലോകം. നമ്രാണാം സന്നിധത്തെ, സന്നിധത്തെ എന്നും ആവാം സന്നിധത്സേ, രണ്ടും ശരിയാണ്. സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ, ഡാഷ് ഇട്ടതിക്കിൽ മുറിക്കരുത്. അനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധികബലപാരിജാതോ ഹരേ ത്വം ക്ഷുദ്രന്തം ചക്രവാടി ദ്രുമമഭിലഷതി വ്യർത്ഥമർത്തി പ്രജോയം. ഇവിടെ നമ്രാണാം സന്നിധത്സേ എന്നുണ്ട്, സന്നിധത്തേ എന്നുണ്ട്. അപ്പം എങ്ങനെയായാലും അർത്ഥം ശരിയാവുണ്ട്. നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ, നമ്രാണാം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ, സതതമപി പുര, എല്ലായ്പ്പോഴും സാന്നിധ്യം കൊടുക്കുന്നതായിട്ടുള്ള ഭഗവാൻ. പുര സതതം, പുര എന്ന് പറഞ്ഞാൽ മുന്നിൽ, സതതം എല്ലായ്പ്പോഴും. സന്നിധത്സേ സാന്നിധ്യം ചെയ്യുന്നു. അത് രണ്ടാളോട് പറയുന്ന വിധത്തിലാണ് സേ തേ എന്ന് വരണത്. അങ്ങ് തീർച്ചയായിട്ടും സാന്നിധ്യം നൽകുന്നു എന്ന് പറയുമ്പോൾ സന്നിധത്തെ എന്നാണ്. തേർഡ് പേഴ്സണോടാണ് പറയണതെങ്കിൽ അവിടെ സന്നിധത്തെ, പക്ഷെ ശരിക്കും ഭഗവാനോടാണല്ലോ പറയണം. അപ്പോൾ സന്നിധത്തെ എന്നാണ് അധികവും പാഠം. സന്നിധത്തെ സാന്നിധ്യം തരുന്നു. ഏതൊരാൾ നമസ്കരിക്കുന്നുവോ അവിടെ ഭഗവാൻ സാന്നിധ്യം തരുന്നു. അപ്പം മനസ്സോടുകൂടി വിളിക്കാനുള്ള ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയാൽ ഈ ക്ഷേത്രം തോറും ചുറ്റി നടക്കേണ്ട കാര്യമൊന്നും ഇല്ല. ക്ഷേത്രോപാസനയും ക്ഷേത്രത്തിൻ്റെ അവസ്ഥകളെയൊക്കെ നമ്മളിവിടെ നിന്ദിക്കുകയല്ല ചെയ്യണത്. അതൊക്കെ ഒരു ഘട്ടം വരെ മാത്രമേ വേണ്ടൂ. ചെറിയ കുട്ടികൾക്ക് നഴ്സറി ക്ലാസ് കൊടുക്കണ പോലെയാണ് വിഗ്രഹത്തിൽ ഈശ്വരൻ. വിഗ്രഹമാണ് ഈശ്വരൻ, ഒരിക്കലും വിഗ്രഹമല്ല ഈശ്വരൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൊഴുതോളൂ കിട്ടും അതാ എന്നൊക്കെ പറഞ്ഞാലും ആ വിഗ്രഹമൊന്നുമല്ല ഈശ്വരൻ. മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വിഗ്രഹത്തിൽ ഈശ്വരനെ നമ്മൾ കാണുന്നു, അതാണ് സത്യം. ഏത് വിഗ്രഹം അല്ലാത്തതായ ഈശ്വരനെ, അണ്ടർലൈൻ, വിഗ്രഹമല്ലാത്തതായ ഈശ്വരനെ വിഗ്രഹത്തിൽ കാണുന്നു.
ദർഫോർ വിഗ്രഹമല്ല ഈശ്വരൻ. ആ യഥാർത്ഥ ഈശ്വരനെ ഒരു പ്രതീകത്തിൽ കൂടെ നമ്മൾ കാണുന്നു. ഇതാണ് ഈശ്വരൻ എന്ന് സങ്കല്പിക്കുന്നു, വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ. എന്ത് വാദം ഉണ്ടായാലും വേണ്ടില്ല. പലരും വാദിക്കുക അങ്ങനെയല്ല, അങ്ങനെയാണ്. അതൊക്കെ ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പുകാർ ക്ഷേത്രത്തിന് വേണ്ടി പറയുകയാണ് ഇവിടെയാണ് ഈശ്വരൻ എന്ന്. ഒരിക്കലുമല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ആ യഥാർത്ഥമായിട്ടുള്ള ഈശ്വരനെ അവിടെ നമ്മൾ കാണുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ ഈശ്വരനുണ്ട്, പക്ഷെ അതല്ല ഈശ്വരൻ എന്നുള്ളത്. ഗുരുവനപരേശ അന്തഭാഗ്യം ജനാന എന്ന് പറഞ്ഞാലും അവിടെ ഈശ്വരനെ നമ്മൾ കാണുകയാണ്, ഗുരുവനപരാധീശനായിട്ട് കാണുകയാണ്. യഥാർത്ഥത്തിൽ ആ വിഗ്രഹമാണോ ഈശ്വരൻ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ വിഗ്രഹങ്ങളെ വല്ലാതെ ആശ്രയിക്കരുത്. ഒക്കെ ഈ വാർപ്പ് ഉറച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സപ്പോർട്ട് നമ്മളെടുത്ത് കളയണ പോലെ കുറേ കഴിഞ്ഞാൽ ഇതിലല്ല ഈശ്വരൻ എന്നും ഇതല്ല ഈശ്വരൻ എന്നും അല്ലാണ്ടേയും ഈശ്വരനുണ്ട് എന്നും ഉറച്ചു കഴിഞ്ഞാൽ പോവാൻ ഒഴുകാം എന്നല്ലാണ്ട് അതാണ് ഈശ്വരൻ എന്ന ഭ്രാന്ത് പാടില്ല. നമ്മുടെ ഉള്ളിലും ഉണ്ട് ഈശ്വരൻ, സർവ്വസ്ഥലത്തും ഉണ്ട് ഈശ്വരൻ. അതൊന്ന് പ്രത്യേകം ഇവിടെ നമ്മളെ ഈ ശ്ലോകത്തിൽ കൂടെ ഗുരുവായൂരപ്പൻ അല്ല വട്ടേരിപ്പാടനെ നമ്മളെ കാണിച്ചു തരികയാണ്. നമ്രാണാം സന്നിധത്സേ, ഏതൊരാൾ വിനയത്തോടും ഭക്തിയോടും കൂടി നമസ്കരിക്കുന്നുവോ അവിടെ സാന്നിധ്യം തരുന്നു. പിന്നെ ഇവിടെ എന്തിനാണ് വേറൊരുത്തിയിലാണെന്ന് വിചാരിക്കണത്? ഭക്തൻ്റെ അടുത്താണ് ഈശ്വരൻ. അത് നമുക്ക് ബോധ്യം ഉണ്ടാവണം. കുറച്ച് കഴിഞ്ഞാൽ ആദ്യപ്പം ഉണ്ടായിക്കൊള്ളുന്നില്ല, പിന്നെ അതൊക്കെ ബോധ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ശ്രീമദ് ഭാഗവതം സപ്താഹ ദിവസം പറയുമ്പോൾ 6ാമത്തെ ദിവസം കുചേലവൃത്തം കഴിഞ്ഞിട്ട് പറയണത് എന്ത്? വെള്ളത്തിലും വിഗ്രഹത്തിലും മാത്രം ആണ് ഈശ്വരൻ എന്ന് വിചാരിക്കുന്നവർ സഗോഖര എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുഖമഹർഷി. ഈ 6 ദിവസം പറഞ്ഞിട്ടും നിങ്ങൾക്ക് പഠിഞ്ഞില്ലേ? 18,000 ശ്ലോകത്തിലത്തെ കുറേ ആയിരങ്ങൾ കഴിഞ്ഞിട്ട് മനസ്സിലായില്ലേ ഇനിയും വിഗ്രഹത്തിലല്ല ഈശ്വരൻ, നദി പോയിട്ട് മുങ്ങിയതുകൊണ്ടല്ല ഈശ്വരൻ എന്ന്? അപ്പോൾ അതുകൊണ്ട് അവിടെയല്ല സത്യത്തിൽ ഈശ്വരൻ നിൽക്കുന്നത് എന്ന ഒരു ബോധം നമുക്കുണ്ടാവണം. കാരണം നമ്രാണാം സന്നിധത്സേ, അവിടേക്ക് വരുന്നു. പിന്നെന്ത് വിഗ്രഹം? ഒരു ഘട്ടത്തിൽ അതിൽ നിന്ന് മാറി നമ്മൾ ഉയരുന്നു എന്നർത്ഥം. തീർത്ഥബുദ്ധി സലിലേശ കർക്കിതിൽ ഷയേഷ ഗോഖര എന്നാണ് ശ്ലോകം. ഏതൊരാൾ വെള്ളത്തിൽ മുങ്ങിയ അവിടെ പോയി മുങ്ങിയ എല്ലായി. കഴിക്കണ കായ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞ വാക്കനാരുടെ കഥ നമുക്കൊക്കെ അറിയാം. തീർത്ഥയാത്രയ്ക്ക് പോവുകയാണെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് മുക്കിക്കൊണ്ടുപോകണം പറഞ്ഞിട്ട് കഴിക്കണ കായ കൊടുത്തു. അയാളത് മുക്കിക്കൊടുന്നു, ഇതാ കൊടുന്നുണ്ട് എന്നും പറഞ്ഞു, നോക്കട്ടെ എന്നും പറഞ്ഞ് അത് കടിച്ച് മുറിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ കയ്പൊട്ടും പോയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അത് പൂവ നോക്കാനാണ് അപ്പം ഞാൻ തൻ്റെ തന്നത്. അതുകൊണ്ട് നിഷ്ഫലമായി എന്നർത്ഥം. അതായത് മനസ്സ് ശരിയായ വിധത്തിലാവാണ്ട് എവിടെ ഓടിയിട്ടും കാര്യമൊന്നുമില്ല. അപ്പം ഈയിടെ ആയിട്ട് ഈ തീർത്ഥയാത്രയ്ക്ക് പോക്ക് വളരെ കൂടിയിരിക്കണം. ഒരു പറ്റം ആളുകൾ ശരിക്കും അതിനെ കളിയാക്കുക ചെയ്യണത്. എന്താണ് ഈ തീർത്ഥയാത്രയിൽ വെച്ചിരിക്കുന്നത്? അതിന് വേണ്ടി ടീം ഉണ്ടാക്കുക, അതിന് വേണ്ടി ബസ് ഉണ്ടാക്കുക, അതിന് വേണ്ടി റേറ്റ് നിശ്ചയിക്കുക, ആ കാശിൽ കുറേ തട്ടിയെടുക്കുക. ഭക്ഷണമൊക്കെ തോന്നിയ പോലെ ആവുമ്പോൾ കുറേ കഴിയുമ്പോൾ വന്ന് വയറ് കേടുവരിക. അയ്യോ വയ്യോട്ടോ, ആകെ ഈ പണിക്ക് ഇനി നിൽക്കില്ല എന്ന് എത്ര ആൾ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം വയറൊക്കെ കേടുന്നു തോന്നിയത് കഴിച്ചിട്ട്. പണ്ട് തീർത്ഥയാത്ര എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളും കഴിക്കുള്ളൂ, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് വെള്ളം മാത്രം കുടിച്ചിട്ടാണ് തീർത്ഥയാത്ര ചെയ്യുക. ഇന്നോ ഏത് ഹോട്ടലിൽ എന്താ കിട്ടുകച്ചാൽ ഓണ് കഴിക്കാത്തത് ഭാഗ്യം. ഏത് ഭക്ഷണവും സുഖമായിട്ട് കഴിച്ചിട്ടാണ്. പിന്നെ എന്ത് തീർത്ഥയാത്ര? ആ വയറ് കേടുവരാണ്ടിരിക്കുമെന്നാണ് ചോദിക്കണം. പല ദിക്കിൽ പോകുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഭക്ഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ വെള്ളം മാത്രം കുടിക്കുക. ഇതിന് പറ്റില്ലെങ്കിലോ തീർത്ഥയാത്രയ്ക്ക് പോകാണ്ടിരിക്കുക. ഇതിന് പറ്റില്ലെങ്കിലോ എന്ന് ചോദ്യമുണ്ട്. എനിക്ക് പറ്റില്ല ഉള്ള കാര്യം. ഞങ്ങളെപ്പോലെ കുറേ ആൾക്കാർക്ക് ഷുഗറുള്ളവർക്കും ഭക്ഷണം കഴിക്കാണ്ട് ഉപേക്ഷിക്കാൻ പറ്റില്ല. അവിടെയുള്ള ഭക്ഷണം കഴിച്ചാൽ കുഴപ്പമാവുകയും ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുക? തീർത്ഥയാത്രയൊന്നും വേണ്ടെന്ന് വയ്ക്കുക. എന്ത് തീർത്ഥയാത്ര? ഇവിടെ അതാണ് സന്നിധത്സേ. ഭഗവാൻ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ എന്തിനാണ് അങ്ങോട്ട് അന്വേഷിച്ച് പോകണം എന്നാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. നമ്രാണാം സന്നിധത്തെ എന്നുള്ളതിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് വല്ലയോ? അത് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുക തന്നെ വേണം. എവിടെയും
ഓടിപ്പോയി പോക്കറ്റിലിട്ട് കൊണ്ടുവരാൻ പറ്റിയ വസ്തുവല്ല ഈശ്വരൻ. അത് പോക്കറ്റിൽ തന്നെ ഉണ്ട്, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതിനു വേണ്ടി മറ്റൊരു സ്ഥലത്ത് പോകേണ്ടതില്ല. സതതം എല്ലായ്പ്പോഴും ഭഗവാൻ ഭക്തൻ്റെ അടുത്താണ്. എത്ര കഥകൾ കേട്ടിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ അവിടെ ഇല്ല കേട്ടോ, ഒന്നാൾ പൂജയ്ക്ക് അവിടെയാണ്, വില്ലുവമ്പലത്തിൻ്റെ അടുത്താണ്, കുറൂരമ്മയുടെ അടുത്താണ്, ഭഗവാൻ അവിടെ ഇല്ല അപ്പോൾ എന്നുള്ള കഥകൾ അവിടെ തന്നെ പറഞ്ഞു വരുന്നു. അങ്ങോട്ട് പോകുന്നുണ്ട് ഗുരുവായൂരപ്പൻ. അതിനുള്ള കഥകൾ എത്രയോ ഉണ്ട്. ഇന്ന് ഭഗവാൻ ഇവിടെ ഇല്ല, കുറച്ച് നേരത്തിന് ഇവിടെ ഉണ്ടാവില്ല, കാരണം കുറൂരമ്മയ്ക്ക് വരാൻ പറ്റില്ല, അവിടെ പൂജയ്ക്ക് ഭഗവാൻ അങ്ങോട്ട് മേടിക്കാൻ പോയി പൂജ എന്നുള്ള കഥകൾ പലതും ഉണ്ട്. എന്നിട്ട് പറയണം, പുരസ്തേർ അനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനചത്രം വിതരതി. വന്നിട്ടോ മിണ്ടാണ്ട് പോവുകയല്ല, അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ കൊടുത്തത് കഴിച്ച് പോവുകയല്ല ഭഗവാൻ. കാരണം ഭഗവാനെ കണ്ടിട്ടുള്ള ഒരാൾക്കും ഒന്നിൻ്റെയും കുറവുണ്ടാവരുത്, വ്യർത്ഥമാവരുത് ഭഗവാനെ ഭരിച്ചത് എന്നാണ്. കാമാൻ അർത്ഥാൻ കാമാൻ അജസ്ത്രം വിതരസി. മനുഷ്യന് വേണ്ട അർത്ഥകാമങ്ങൾ ധാരാളമായിട്ട് വർഷിച്ചു കൊടുക്കണു. ധർമാർത്ഥകാമ മോക്ഷങ്ങൾ. ധർമ്മം വേണ്ടവർക്ക് ധർമ്മം, അർത്ഥം വേണ്ടവർക്ക് അർത്ഥം, കാമം വേണ്ടവർക്ക് കാമം, മോക്ഷം വേണ്ടവർക്ക് മോക്ഷം, ഇതെല്ലാം കൂടി വേണ്ടവർക്ക് എല്ലാതും. കാമാൻ അജസ്ത്രം വിതരസി. നമസ്കരിക്കുന്നവരുടെയും ഭജിക്കുന്നവരുടെയും മുമ്പിൽ ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോകണ്ട, അർത്ഥവും കാമവും അവിടെ ഉണ്ട് എന്നാണ് ഉറപ്പിച്ചാൽ അവിടെ ഉണ്ടാവും, സംശയമൊന്നും വേണ്ട. അത് നമ്മുടെ മനസ്സിൻ്റെ ഉറപ്പ് പോലെ ഇരിക്കും. ഇപ്പോൾ ഇതുകൊണ്ട് കിട്ടാത്ത ഉറപ്പ് അവിടെ പോയാലും കിട്ടാൻ പോകണില്ല, അത് വിചാരിക്കേണ്ട. എനിക്കത്ര മനസ്സുറപ്പൊന്നുമില്ല കേട്ടോ, അതിനാ ഞാൻ അമ്പലത്തിൽ പോകണം. അങ്ങനെ പോയാൽ അവിടെ പോയാലും ഉണ്ടാവില്ല, അവർക്ക് എവിടെയും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം വേണ്ടത് എന്താ അറിയൂ, ഒരു മനസ്സുകൊണ്ടൊരു ഉറപ്പൊക്കെ ഉണ്ടാവുക. ഞാൻ വിളിക്കുന്നിടത്ത് എൻ്റെ ഭഗവാൻ ഉണ്ടാവും എന്നുണ്ടായി തീർന്ന പിന്നെ പോകേണ്ട കാര്യമൊന്നും ഇല്ല. അർത്ഥവും കാമവും എല്ലാം ഭഗവാൻ നമുക്ക് പിശുക്ക് കൂടാതെ വർഷിക്കുന്നു. ഭക്താനാം കാമവർഷത്തിതൊരു കിസലയം നാഥതേ പാദമൂലം. ഭഗവാന്റെ പാദം എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷത്തിൻ്റെ തളിര് പോലെയാണ്. തളിര് ചുവപ്പാണ്, ഇപ്പോൾ മുളച്ചയില. ഭഗവാന്റെ പാദവും ചുവപ്പാണ്. കൽപ്പവൃക്ഷത്തിനോട് എന്ത് ചോദിച്ചാലും കിട്ടും, ഭഗവാനോടും ഭഗവാനിൽ നിന്നും എന്തും കിട്ടിക്കോളും. ഇപ്പോൾ കൽപ്പവൃക്ഷം എന്നും ഉപമിച്ചതിൽ എന്താ തെറ്റ്? എന്തും നമുക്ക് നൽകും. കാമവർഷ ഇതൊരു കിസലയം. അതുതന്നെയാണ് അർത്ഥാൻ കാമാൻ അജസ്രം വിതരതി. വിതരണം ചെയ്യുന്നു, നൽകുന്നു എന്നർത്ഥം. എന്നിട്ടോ ഇവിടെ ഒരു പ്രത്യേകതയും കൊണ്ട് അർത്ഥാൻ കാമാൻ എങ്ങനെയാണ് തരുന്നത്? അനഭ്യർത്ഥിതാനഭി. ചോദിക്കേ വേണ്ട. എന്തിനാ ഭഗവാനോട് ചോദിക്കണത്? കുചേലൻ വല്ലതും ചോദിച്ചോ? അംബരീഷൻ വല്ലതും ചോദിച്ചോ? യഥാർത്ഥ ഭക്തന്മാർ അങ്ങനെ എത്രയുണ്ട്. ഗോപികൾ എന്തെങ്കിലും ഭഗവാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ? ഒറ്റ ഒന്നേ ഉള്ളൂ, കൃഷ്ണ ഞങ്ങൾ കൂടെ ഉണ്ടാവണം. അവർക്കത് മതി, വേറൊന്നും വേണ്ട, ബാക്കിയൊക്കെ അവിടെ ഉണ്ടാവും. അനഭ്യർത്ഥിതാനഭി. ഓരോന്ന് എണ്ണിപ്പെറുക്കി ലിസ്റ്റ് ഇട്ടിട്ട് കടയിലേക്ക് സാധനം എഴുതണ പോലെ ഇത്ര തരം താണിട്ട് ഭഗവാനോട് ചോദിക്കേണ്ട കാര്യമില്ല. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ. ഇത്ര ആൾ ചോദിക്കേണ്ട ഓരോന്ന് എഴുതി കൊണ്ടുപോകണവരുണ്ട്. നമ്മൾ ഗുരുവായൂരപ്പന് മറന്നാലോ? അതുകൊണ്ടാണ് ഈ വാഹനമുട്ട്, ഉദ്യോഗമുട്ട്, കർമ്മമുട്ട്, ദേഹമുട്ട് ഇതൊക്കെ വേറെ വേറെ കാടാമ്പുഴ ഭഗവതിക്ക് കൊണ്ടേ മുട്ടണം. അമ്മയ്ക്ക് അറിയില്ലേ നമ്മുടെ ആവശ്യങ്ങൾ ഒക്കെ കൂടി വേണച്ചാൽ ഒറ്റ മുട്ടിൽ കഴിച്ചുകൂടെ? മുട്ടർത്തോളൂ, അത് അവിടുത്തെ വഴിപാടാണ്, ആരും വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ 101 തേങ്ങ ഒരു ചാക്കിൽ കെട്ടിക്കൊണ്ടുപോയി ഏറ്റിയിട്ട് അത് മുട്ടറക്കണവരെ മറ്റുള്ളവരെ നിർത്തി ദ്രോഹിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരാൾക്ക് ഒരു മുട്ട് മതി. ഞാൻ പറഞ്ഞ നിയമം തന്നെ വയ്ക്കണം, ഒരാൾക്ക് ഒരു മുട്ട് മാത്രമേ പാടൂ. കാരണം മറ്റവർക്ക് ബുദ്ധിമുട്ടാണതേ. 108 മുട്ട, 51 മുട്ട, 28 മുട്ട, 2001 മുട്ട, എന്തിനാത്? പക്ഷെ ഒന്നും ആവാം, കാരണം അത് അവിടുത്തെ സിസ്റ്റത്തിനെ നമ്മൾ ഒരിക്കലും കളിയാക്കരുത്. ഒരു മുട്ട, എല്ലാ മുട്ടും, സർവ്വമുട്ടും എൻ്റെ അമ്മേ ജീവിതത്തിൽ തീർത്ത് തരണേ. അപ്പോൾ നമ്മുടെ ഒരു തരം എന്താ പറയേണ്ടത്, അജ്ഞാനമോ എന്തൊക്കെയോ കോംപ്ലക്സോ അല്ലേ ഈ വാഹനമുണ്ട്. നമ്പർ അടക്കം കാണുമ്പോൾ ദേവിക്ക് പറഞ്ഞു കൊടുക്കണത് ആലോചിച്ച് നോക്കും.
അവിടെ വല്ല ലളിതാ സഹസ്രനാമ അഷ്ടോത്തരോ ദൈവമാത്മീയ ശബ്ദം മുഴങ്ങുന്നുണ്ട്. KLE 9 ത്ര എന്നുള്ളതല്ല, അതിന് ഒരു പ്രാധാന്യവും ഇല്ല. ആ സമയത്തൊരു അഷ്ടോത്തരം ചൊല്ലിയെങ്കിൽ ദൈവമാത്മ്യം ചൊല്ലിയാലും ഒന്നുമില്ലെങ്കിൽ സർവ്വമംഗള മംഗല്യം ചൊല്ലിച്ചാൽ അത്ര നന്ന്. ആലോചിച്ചു ആ മുട്ടറക്കണവരുടെയൊക്കെ ഒരു ഗതികേടെ ഞാൻ പറയുക. പണ്ട് ഈ ഭാഗവത്തിൽ യാദവന്മാരുടെ ഗതികേടിനെ പറ്റി വർണ്ണിക്കും. ഭാഗവത്തിൽ തൃതീയ സ്കന്ധത്തിൽ യാദവന്മാർ ഏറ്റവും വലിയ ഭാഗ്യഹീനന്മാരാണ്. അതെന്താ അങ്ങനെ പറയാൻ? ഭഗവാന്റെ കൂടെ ഉള്ളവരെ എങ്ങനെ ഭാഗ്യഹീനന്മാർ? ഭഗവാന്റെ മഹാത്മ്യം അറിഞ്ഞിട്ടില്ല. ഒരു യാദവൻ അങ്ങനെ കണ്ടു ജീവിതകാലം മുഴുവൻ. അപ്പോൾ അവർക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ള സൗഭാഗ്യം അനുഭവിക്കാൻ പറ്റുമോ? അതുപോലെ ഈ കാണാമ്പുഴ നിൽക്കണവർ ദേവി സർവമംഗള മംഗല്യേ അല്ലേ, ഈ മാതാ ശ്രീ മഹാരാജ്ഞി രജാതല സിംഗസ്ഥ മധ്യസ്ഥായി നമോ നമ എന്നല്ലേ പറയേണ്ടത്? അത് പറയേണ്ടതിന് പകരം വാഹനത്തിൻ്റെ നമ്പർ, ഉദ്യോഗമുട്ട, കർമ്മമുട്ട. ആലോചിച്ചാൽ ശരിയല്ലേ? അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ആ തന്നിട്ടുള്ളത് അവിടെ കൊണ്ടേ മുട്ടുക എന്നല്ലാണ്ട് അവർക്ക് സർവ്വമംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ചാൽ മതി. ദേവിയുടെ നാമാണ് ആ സാന്നിധ്യത്തിൽ ചെല്ലേണ്ടത്. അപ്പോൾ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്, അത് വേണം, ഇത് വേണം, വേറൊന്ന് വേണം, ഒന്നും ആവശ്യമില്ല. ശരിക്ക് അനഭ്യർത്ഥിതാനഭി അർത്ഥാൻ കാമാൻ വിസജതി. ചോദിച്ചില്ലെങ്കിലും ഭഗവാൻ ഒരു പിശുക്കും അതിൽ കാണിക്കില്ല. സുധാമാവിന് എന്താ കിട്ടാതിരുന്നത്? വിജയലിന് ഒന്നും കിട്ടാൻ ബാക്കിയില്ല. വല്ലതും ചോദിച്ചു അദ്ദേഹം. ഭഗവാൻ അടുത്തിരുന്നിട്ട് ആ അവിൽ കൊടുത്തു എന്നല്ലാണ്ട് അതൊന്നും ചോദിച്ചിട്ടില്ല. ഒരു കാര്യം ചോദിച്ചിട്ടില്ല. എല്ലാം കിട്ടിയില്ലേ? കഥ കേൾക്കാനാണോ അത്? അല്ല, അന്ന് പഠിക്കാനുള്ളത് പഠിക്കാനും കൂടിയാണ്. അതാണ് അനർപ്യർത്ഥിതാനബി. ഒന്നും ചോദിക്കണ്ട, ഭഗവാൻ അറിയാം. പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ചോദിക്കാത്തത്, പരമാനന്ദ സാന്ദ്രാം ഗതിഞ്ച. ഈ ശാശ്വതമായിട്ടുള്ള പ്രപഞ്ചത്തിൽ നിന്നും ശരീരത്തിൽ നിന്നുമുള്ള മുക്തി, ഗതി, പരമാനന്ദത്തെ സദാ നൽകുന്നതായിരിക്കുന്ന മുക്തി ഭഗവാൻ നൽകുന്നു. പിന്നെ ജന്മമുണ്ടോ, ദുഃഖമുണ്ടോ, ശരീരമുണ്ടോ? ഒന്നുമില്ല. തന്നോടുകൂടി ചേർക്കുക. അത് നമ്മൾ ചോദിച്ചില്ലെങ്കിലും ഭഗവാൻ ചെയ്തോളും. അപ്പോൾ ഏതൊരാൾ നമസ്കരിക്കുന്നുവോ അവരുടെ മുമ്പാകെ ഇങ്ങോട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ട് അർത്ഥകാമങ്ങളെ സദാ പ്രദാനം ചെയ്തുകൊണ്ട് ഒടുവിൽ മോക്ഷത്തെയും കൊടുക്കുന്നതായിട്ടുള്ള ഭഗവാൻ ആണ് ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗം. നമ്രാണാം സന്നിധത്തെ സതതമപി പുരത്തെ അനഭ്യർത്ഥിതാനപി. അഭ്യർത്ഥിക്കാതെ കണ്ട് അർത്ഥാൻ കാമാൻ അജസ്ത്രം വിതരതി, പോളും നൽകിക്കൊണ്ടിരിക്കുന്നു. വിതരസി, വിതരണം ചെയ്യുന്നു. പരമാനന്ദ സാന്ദ്രാം യതീംശ. അടുത്ത ഭാഗം ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫലപാരിജാതോ ഹരേത്വം. ഇപ്പം ഭഗവാൻ ഒരു പാരിജാത വൃക്ഷം തന്നെയാണ്, വേറെ പാരിജാത വൃക്ഷം ആവശ്യമില്ല. ഇത്തം ഇങ്ങനെ, നിശേഷലഭ്യോ, അതിൽ ഒരു വേർതിരിവും ഭഗവാൻ വെച്ചിട്ടില്ല. ബ്രാഹ്മണർക്കേ ഉള്ളൂ, വേറുള്ളവർക്കേ ഉള്ളൂ, ഉയർന്ന സമുദായമോ കുറച്ച് അറിവുള്ളവർ, വേദം പഠിച്ചവർ, അവർക്കേ ഞാൻ ഇങ്ങനെ പറഞ്ഞത് ചെയ്യുള്ളൂ. നേരത്തെ പറഞ്ഞത് അങ്ങനെയില്ല. എത്ര അക്ഷരാഭ്യാസമോ വിദ്യാഭ്യാസമോ അറിവോ ഇല്ലാത്ത പാമരനായിക്കോട്ടെ, ധനം കയ്യിലില്ലാത്ത ദരിദ്രനായിക്കോട്ടെ, ഒരാൾ സുന്ദരനല്ലെങ്കിലോ ഉയരം കുറഞ്ഞവരോ ഉയരം കൂടിയവരോ നീച ജാതിയിൽ ജനിച്ചിട്ടുള്ള ഗോപസ്ത്രീകളെ ഭഗവാൻ ബ്രഹ്മശങ്കര മുഖാനവീഹ പശുപാങ്കനാസു ബഹുമാനേൻ. ബ്രഹ്മാവിനേക്കാട്ടിലും ശിവനേക്കാളും മീതയാക്കി ഈ പാലും മോരും വിറ്റ് നടക്കുന്ന സ്ത്രീകളെ, അവരെ ശ്രേഷ്ഠത ഇവർക്കാണ് കൊടുത്തത്. ലക്ഷ്മിയെക്കാളും മീതെ എന്നാണ് ഉദ്ധവൻ പറയണത്. ന്യായം ശ്രീയോങ്ക എന്ന് പറഞ്ഞിട്ട് ശ്ലോകമുണ്ട്. ശ്രീ പോലും ഈ ഗോപികളുടെ പദവിയിലെത്തിയിട്ടില്ല. ആ ലക്ഷ്മി എത്താത്തൊരു പദവിയിലേക്ക് ഈ ഒരാൾ എത്തി എന്ന് പറഞ്ഞാൽ അവരുടെ മഹത്വം എത്രയും ഉണ്ടാവണം. അതുകൊണ്ട് സർവേശ്വര നിശേഷ ലഭ്യോ, ഇന്ന ആൾക്ക് എന്ന ഭക്തിരിവോ വ്യത്യാസമോ ഇല്ലാണ്ട്, പക്ഷെ ഒന്നുണ്ട്, ഭക്തി ഉണ്ടാവണം. അത് നല്ലോണം ഭഗതിരിവുണ്ട് കേട്ടോ. ഭക്തിയില്ലാത്തവർക്കിപ്പോൾ അങ്ങനെ ഭഗവാൻ ചെയ്തിട്ട് എന്താ കാര്യം? ചെയ്യില്ല. നിശേഷ ലഭ്യോന്ന് മൈനസ് അഭക്തന്മാർ, തന്നെപ്പറ്റി ചിന്തിക്കാത്തവരെ ഒഴിച്ചു നിർത്തുക. ഒരു കൃഷ്ണനാമം പോലും ജപിക്കാത്തവർ, ഒരു രാമനാമം പോലും ജപിക്കാത്തവർ, ഒരു ചെറിയ ഭാഗം പോലും കേൾക്കണം എന്ന് വിചാരമില്ലാത്തവർ, കൃഷ്ണവിഗ്രഹത്തിൽ ആനന്ദിക്കാത്തവർ, അവരുടെ മുമ്പിൽ ഭഗവാൻ എന്തിനു ചെല്ലണം? അപ്പോൾ അവരെ ഒഴിച്ച് നിശേഷ ലഭ്യോ, എല്ലാവർക്കും സുലഭമാണ്, ലഭ്യമാണ്.
നിരവധിക ബലപാരിജാതോ ഹരിത്വം, ഹേ ഹരേ എന്ന് വിളിക്കുകയാണ്. അങ്ങ് ധാരാളം പഴങ്ങൾ കായ്ച്ചു നിൽക്കുന്ന പാരിജാത വൃക്ഷമാണ്. ഇഷ്ടം പോലെ പഴം, യാതൊരു ലോഭോ പിശുക്കോ കൂടാതെ ധാരാളമായിട്ട് കായ്ച്ചു നിന്നിരിക്കുന്നു. ഇഷ്ടം പോലെ പറിച്ചെടുക്കാൻ പിന്നെയുണ്ടാവും, കഴിയില്ല. അങ്ങനെ നിലയ്ക്കാത്ത പഴങ്ങളുടെ കൂട്ടം പ്രവാഹമായിട്ടങ്ങനെ വരികയാണ് ആ വൃക്ഷത്തിൽ. അങ്ങനത്തെ പാരിജാത വൃക്ഷമാണ് ഹരേ ത്വം. അത് ഇങ്ങോട്ട് വരും ചെയ്യും, നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കണ്ട, ചോദിക്കാതെ തന്നെ എല്ലാം തരും. അങ്ങനെ ഇരിക്കെ അടുത്ത അവസാന ഭാഗം ക്ഷുദ്രം തം ശക്രവാടി ദ്രുമം അഭിലഷതി. എന്തിനെ ഈ ഇന്ദ്രൻ്റെ തോട്ടത്തിൽ എന്തോന്നുണ്ട് അത്രേ പാരിജാത വൃക്ഷം, അത് ചോദിച്ചതൊക്കെ തരും. കൽപ്പവൃക്ഷം, ആ വൃക്ഷം കിട്ടാൻ എന്താ വഴി എന്നൊക്കെ ചിലർ അന്വേഷിക്കുന്നു കാണാം. വല്ല മാർഗമുണ്ടോ, ഇന്ദ്രന് മാത്രമേ ഇത് കിട്ടുള്ളൂ, നമുക്ക് കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്നൊക്കെ. എന്തിനാ ഗുരുവായൂരപ്പ അത് എന്ന് ചോദിക്കുകയാണ്. ശക്രവാടി എന്ന് പറഞ്ഞാൽ ശക്രൻ ഇന്ദ്രൻ, ചക്രവാടി ധ്രുവം എന്ന് പറഞ്ഞാലോ ഇന്ദ്രൻ്റെ തോട്ടം, വാടി എന്ന് പറഞ്ഞാൽ തോട്ടം, ഇന്ദ്രവാടി ഇന്ദ്രൻ്റെ തോട്ടം, സ്വർഗം, സ്വർഗത്തിലെ ആ തോട്ടത്തിൽ നിൽക്കുന്ന ദ്രുമം വൃക്ഷം, അതും പാരിജാത വൃക്ഷമാണ്. ആ പാരിജാത വൃക്ഷത്തിലെ ദ്രുമം അഭിലഷത്തി, നമ്മളൊക്കെ ആഗ്രഹിക്കണു. കഷ്ടം വ്യർത്ഥം, ഇത് വ്യർത്ഥമായിട്ടൊരു ആഗ്രഹം എന്നല്ലാണ്ട് എന്താ കാര്യം, എന്തിനാണിപ്പോൾ ഇത് ആഗ്രഹിക്കുന്നത്? ഈ കിട്ടാക്കുറ്റി എന്നൊക്കെ പറയണ പോലെ എത്താ കൊമ്പത്ത് നിൽക്കണ ഒരു സാധനം ഇവിടെ കിട്ടിയാലോ വല്ല കാര്യമുണ്ട്. അതിലും എളുപ്പത്തിൽ സുലഭമായിട്ട് കിട്ടുന്ന പാരിജാത വൃക്ഷം ഇപ്പുറത്തുണ്ടാവുമ്പോൾ അതിനെ വിട്ട് എന്തിനാണ് കിട്ടാത്ത ഈ പാരിജാത വൃക്ഷത്തിനെ നമ്മൾ ആഗ്രഹിക്കുന്നത്? വ്യർത്ഥമായ ഒരാഗ്രഹം അത്. അർത്ഥി പ്രജോയം, വ്യർത്ഥം അർത്ഥി പ്രജോയം, ഇത് വളരെ ആവശ്യമില്ലാത്ത ഒരു ആഗ്രഹം ആണ് എന്ന് പറയുകയാണ്. ഞങ്ങൾ അയം അർത്ഥി പ്രജ, സാക്ഷാൽ കൽപ്പവൃക്ഷം ഭഗവാൻ തന്നെയാണ്. അപ്പം അതുള്ളപ്പോൾ വ്യർത്ഥമർത്ഥി പ്രജോയം, സാക്ഷാൽ കൽപ്പവൃക്ഷമാകുന്ന ഭഗവാൻ ഉള്ളപ്പോൾ ഇന്ദ്രൻ്റെ തോട്ടത്തിലത്തെ ആ ഇതിനെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഭഗവാനാകുന്ന കൽപ്പവൃക്ഷവും ദേവേന്ദ്രൻ്റെ തോട്ടത്തിലത്തെ ക്ഷുദ്രമായിട്ടുള്ള കൽപ്പവൃക്ഷവും തമ്മിലൊരു കമ്പാരിസണാണ് ശരിക്കും നടത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ പാദത്തിൽ പാരിജാത വൃക്ഷം എല്ലാവർക്കും ലഭ്യമല്ല, സ്വർഗത്തിൽ എത്തിയവർക്ക് മാത്രമേ കിട്ടൂ. പലതരത്തിലുള്ള തൈകൾ വിൽക്കാൻ വെച്ചവരുടെ കൂട്ടത്തിൽ പോയിട്ടൊരു പാരിജാത തൈ കിട്ടാനുണ്ടോ? എന്താ വെച്ചാൽ തരാൻ വില എന്ന് പറഞ്ഞാൽ കിട്ടുമോ? കിട്ടാൻ പോണില്ല. ചെടികളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ വിത്തൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും വഴിയോരത്ത്, അത് കിട്ടില്ല. അപ്പം അത് സ്വർഗത്തിലെത്തിയവർക്ക് റിസർവ്ഡാണ്. അതാണ് ഒരു വ്യത്യാസം. നിശേഷലഭ്യോ, നീ പാരിജാത വൃക്ഷം കൊടുന്നു കിട്ടി എന്ന് വെച്ചാൽ തന്നെ ചോദിച്ചാൽ മാത്രമേ കിട്ടൂ, ചോദിക്കാതെ ഒന്നും അതാർക്കും കൊടുക്കില്ല. ചോദിച്ചത് ഇങ്ങനെ കൊടുക്കും, അളന്ന് മുറിച്ചിട്ട്, അപ്പുറം കൊടുക്കില്ല. ഇനി മൂന്നാമതൊരു കാര്യമുണ്ട്, പാരിജാത വൃക്ഷം എവിടെയാണെങ്കിൽ അവിടെ പോയി ചോദിക്കണം. അത് ഇങ്ങോട്ട് വരുമോ, മരം നടന്നു വരുമോ? ഈ മൂന്ന് വ്യത്യാസം ഭഗവാനാകുന്ന പാരിജാതവും ഇന്ദ്രൻ്റെ തോട്ടത്തിലത്തെ വില കുറഞ്ഞ പാരിജാതവും തമ്മിലുണ്ട്. ഒന്ന്, അങ്ങോട്ട് പോയി ചോദിച്ചാലേ കിട്ടുള്ളൂ, ഭഗവാൻ ഇങ്ങോട്ട് വരുന്നു. രണ്ട്, ചോദിച്ചാലേ കിട്ടുള്ളൂ, ഭഗവാൻ ചോദിക്കാതെ കൊടുക്കുന്നു, ഭക്തനെ അറിഞ്ഞു കൊടുക്കുകയാണ്. നല്ലൊരു ഭർത്താവിനെ കിട്ടിയിട്ടുള്ള സ്ത്രീ ഒന്നും ചോദിക്കേണ്ടാവണോ, ഒക്കെ അവിടെ ഉണ്ടായിക്കോളും. അത് ആര് നോക്കും? ഭർത്താവ് നോക്കും. നല്ലൊരു കുട്ടിയെ വേണ്ടതൊക്കെ അച്ഛൻ ചെയ്യിക്കും. കുട്ടി പറഞ്ഞിട്ടാണോ ഡോക്ടറെ കാണിക്കുന്നത്? പറഞ്ഞിട്ടാണോ സ്കൂളിൽ ചേർക്കുന്നത്? അതുപോലെ ചോദിക്കാതെ കിട്ടിക്കോളും. ഇനിയോ ഇങ്ങോട്ട് വന്നു തരുന്നു, അങ്ങോട്ട് പോയി ചോദിക്കേണ്ട, ഇങ്ങോട്ട് വന്ന് തരുന്നു, ചോദിക്കാതെ കിട്ടും, ഇങ്ങോട്ട് വന്ന് നൽകും. പിന്നെയോ ചോദിക്കാതെ തന്നെ കിട്ടും, ഇങ്ങോട്ട് വന്നിട്ട് എല്ലാവർക്കും ലഭ്യമാണ്, എല്ലാവർക്കും ലഭ്യമാണ്. അപ്പം മൂന്നായി. നാലാമതൊന്നും കൂടി ഉണ്ട് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. അത് ഏറ്റവും വലുതാണ്. എന്ത്? പരമാനന്ദ സാന്ദ്രാംഗതിംച, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരമാനന്ദത്തെ തരുന്ന മോക്ഷസുഖമുണ്ടോ?
ഇന്ദ്രൻ്റെ തോട്ടത്തിലത്തെ പാരിജാത വൃക്ഷത്തിന് നൽകാൻ കഴിയണു? ഈ ചോദിച്ചത് ഇങ്ങനെ കിട്ടും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നല്ലാണ്ട് ഒരിക്കലും ആഗ്രഹങ്ങളുടെ അവസാനം കുറിക്കാൻ ആ പാരിജാത വൃക്ഷത്തിന് കഴിയില്ല. ഇന്ദ്രൻ്റെ തോട്ടത്തിലത്തെ പാരിജാത വൃക്ഷത്തിന് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിരാമമിടാൻ കഴിവില്ല. ചോദിക്കുക കിട്ടുക, പിന്നെയും ചോദിക്കുക, പിന്നെയും കിട്ടുക. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. പരമാനന്ദ സാന്ദ്രാംഗതി, പരമാനന്ദമായിരിക്കുന്ന മോക്ഷം കിട്ടിയാൽ പിന്നെ നമുക്ക് വല്ല ആഗ്രഹം ഉണ്ടാവുമോ? വല്ല ആവശ്യം ഉണ്ടാവുമോ? എന്തെങ്കിലും ചോദിക്കേണ്ടി വരുമോ? ഒന്നുമില്ല. അപ്പം നമ്മുടെ ആഗ്രഹത്തിന് അവസാനമായിട്ടുള്ള വിരാമം, എല്ലാ ദുഃഖങ്ങളുടെയും അവസാനമായിട്ടുള്ള വിരാമം, ശരീരത്തിൻ്റെ തന്നെ വിരാമം, ശരീരമില്ലല്ലോ മോക്ഷം കിട്ടിയാൽ, അത് നൽകാൻ ഒരിക്കലും ഇന്ദ്രൻ്റെ തോട്ടത്തിലത്തെ പാരിജാത വൃക്ഷത്തിന് കഴിവില്ല. അപ്പോൾ ഈ ഭഗവാനാകുന്ന പാരിജാതമോ ഇന്ദ്രൻ്റെ തോട്ടത്തിലത്തെ പാരിജാതമോ വലുത് നമ്മൾ നിശ്ചയിച്ചാൽ മതി അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ 4 കാര്യം പറഞ്ഞത്. 1, അങ്ങോട്ട് പോയി ചോദിക്കണം. 2, സ്വർഗത്തിലെത്തിയവർക്ക് മാത്രം റിസർവ്ഡ് ആണ്, എല്ലാവർക്കും കിട്ടില്ല. 3, ചോദിച്ചത് മാത്രമേ കിട്ടൂ. 4, സാന്ദ്രാനന്ദമായിരിക്കുന്ന മോക്ഷം കിട്ടില്ല. ഇന്ദ്രൻ്റെ തോട്ടത്തിൽ നിന്ന് അത് കിട്ടില്ല. ഈ 4 എണ്ണം ഭഗവാനാകുന്ന പാരിജാതത്തിനുണ്ട് പ്രത്യേകത. ഇങ്ങോട്ട് വരും. നമ്രാണാം സന്നിധത്സേ സതതമപി, ചോദിക്കാതെ കിട്ടും. അനഭ്യർത്ഥിതാനപ്പി അർത്ഥാൻ കാമാന ജസ്ത്രം വിതരതി, ചോദിക്കാതെ തന്നെ അർത്ഥവും കാമങ്ങൾ വിതരണം ചെയ്യുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നു, അത് ചോദിക്കാതെ തന്നെ കിട്ടുന്നു, ചോദിക്കാത്തതും കിട്ടുന്നു. ചോദിച്ചത് മാത്രമല്ല, ചോദിക്കാത്തതും കിട്ടുന്നു. ഇങ്ങോട്ട് വരുന്നു, ചോദിക്കാത്തതും കിട്ടുന്നു. അതേപോലെ തന്നെ സാന്ദ്രാനന്ദ ഗതി, മോക്ഷവും കിട്ടുന്നു. പിന്നെ എല്ലാവർക്കും കിട്ടുന്നു. മറ്റത് റിസർവ്ഡാണ്, സ്വർഗീയർക്ക് മാത്രമേ കിട്ടൂ. ഇതെല്ലാവർക്കും കിട്ടുന്നു. 4 വിശേഷണം ഉണ്ട് അവിടെ. 1, ചോദിച്ചവർക്ക്, ചില പ്രത്യേക ആൾക്കാർക്ക് മാത്രം റിസർവ്ഡ് ആവുക. ഇത് ഭഗവാൻ അങ്ങനെയില്ല. ചോദിച്ചത് മാത്രം കിട്ടുക, ഭഗവാൻ അങ്ങനെയില്ല. പിന്നെ ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് വരുന്നു അല്ലേ? ഡെലിവറി അറ്റ് ഹോമൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നു ഭഗവാൻ. കോവിഡ് കാലത്തുള്ള പോലെ ഡെലിവറി അറ്റ് ഹോമാണ്. ഇങ്ങോട്ട് വന്നോളും വയ്യാത്തവർക്ക്. അപ്പോൾ അതുകൊണ്ട് മോക്ഷവും ഉണ്ട്. ഈ 4 കാര്യങ്ങൾ ഭഗവാനാകുന്ന പാരിജാത വൃക്ഷത്തിന് ഉണ്ട്. ഇന്ദ്രൻ്റെ തോട്ടത്തിലത്തെ ആ പരിജാതത്തിനെ എന്തിനാണ് വെറുതെ ആഗ്രഹിക്കുന്നത് എന്നാണ്. അങ്ങോട്ട് ചോദിക്കാതെ ഇങ്ങോട്ട് വരുന്നു, ചോദിക്കാതെ തന്നെ നമുക്ക് നൽകുന്നു. എല്ലാവർക്കും ലഭ്യമാണ്. വേണം കുറിച്ചിടാം എന്നൊക്കെ പോയിൻ്റായിട്ട്, എല്ലാവർക്കും ലഭ്യമാണ്. അവസാനം പരമാനന്ദ മോക്ഷവും കിട്ടും. ഈ 4 പ്രത്യേകത ഭഗവാനാകുന്ന പാരിജാതത്തിന് ഉണ്ട്. നമ്രാണാം സന്നിധത്സേ സതതമപി പുരത്തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാൻ അജസ്ത്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിഞ്ചാം ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീം ദ്രുമമഭിലഷതി വ്യർത്ഥമർത്തി പ്രജോയം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.